ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ബിലാൽ ഇംഗ്ലീഷ് ഫ്ലുവൻസി. നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നമ്മൾ ഡെയിലി യൂസ് ചെയ്യാറുള്ള ഒരു 7 സെൻറ്റൻസുകളെ പറ്റിയാണ്. നമ്മൾ എല്ലാ ദിവസവും നല്ല രീതിയിൽ മലയാളം സംസാരിക്കാറുണ്ടല്ലേ, പക്ഷേ എന്തുകൊണ്ട് അതുപോലെ തന്നെ നമുക്ക് ഇംഗ്ലീഷ് നമ്മുടെ വായിൽ വരുന്നില്ല? അതിൻ്റെ പ്രധാന കാരണം എന്ന് വെച്ചാൽ നമ്മൾ പ്രാക്ടീസ് ചെയ്യാത്തത് തന്നെയാണ്. ഒരു വട്ടം ഇംഗ്ലീഷിൻ്റെ എന്തോ ഒരു കാര്യം പറയുന്ന കൂട്ടത്തിൽ ഹോസ്റ്റലിൽ നിൽക്കുന്ന എൻ്റെ ഒരു കൂട്ടുകാർ പറഞ്ഞ്, എടാ ഇവിടെ ക്ലീനിങ്ങിന് വരുന്ന ചേച്ചി വരെ ഇംഗ്ലീഷാണ് സംസാരിക്കുന്നതെന്ന്. അപ്പം അത് നമുക്ക് മെയിനായിട്ട് ആ ചേച്ചിക്ക് വരെയും സംസാരിക്കാമെങ്കിൽ നമുക്ക് എന്തുകൊണ്ട് പറ്റുന്നില്ല? മെയിനായിട്ട് നമുക്ക് ആ ഇംഗ്ലീഷ് സംസാരിക്കാൻ ഒരു പ്ലാറ്റ്ഫോം നമുക്കില്ല എന്നുള്ളതാണ്. അങ്ങനെ ഇംഗ്ലീഷ് സംസാരിക്കാൻ ഒരു ഓപ്പർച്യൂണിറ്റി ഇല്ലെങ്കിൽ ആദ്യം നമ്മൾ ഉണ്ടാക്കിയെടുക്കേണ്ടത് അങ്ങനത്തെ ഒരു അറ്റ്മോസ്ഫിയറാണ്. ഇപ്പോൾ ഉദാഹരണത്തിന് നമ്മൾ നമ്മുടെ അമ്മയടുത്ത് പറയാറില്ലേ, അമ്മ എനിക്ക് ഒരു ഗ്ലാസ് വെള്ളം എടുത്ത് തരുമോ? അത് നേരെ നമ്മൾ ഇംഗ്ലീഷിലാക്കി സംസാരിക്കണം. മമ്മി ക്യാൻ യു പ്ലീസ് ഗീവ് മി എ ഗ്ലാസ് ഓഫ് വാട്ടർ? ഇങ്ങനെ പറഞ്ഞു തുടങ്ങുമ്പോഴത്തേക്കിനും അമ്മ വിചാരിക്കും, ഇവനിതെന്തോ പറ്റി ഇംഗ്ലീഷൊക്കെ. അങ്ങനെ നമുക്ക് അങ്ങനെ വീട്ടിൽ നിന്ന് തന്നെ ഒരു കൊച്ചു കൊച്ചു പ്രോത്സാഹനം കിട്ടി. നമ്മൾ പതുക്കെ ഓരോ സെൻറ്റൻസുകൾ ഇപ്പോൾ ഇങ്ങനെ ഡെയിലി ഈ ചാനലിൽ വരുന്ന അപ്ഡേറ്റ്സുകൾ ഇങ്ങനെ ഫോളോ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഡെയിലി നമ്മളിങ്ങനെ ഓരോ ഇങ്ങനെ ഒരു 6 സെൻറ്റൻസ് നമ്മളിങ്ങനെ പഠിച്ചുകൊണ്ടേയിരിക്കും. അങ്ങനെ ഓരോ ദിവസം വെച്ച് കൂട്ടി വരുമ്പോൾ അത് വലിയൊരു നല്ല രീതിയിൽ നമ്മുടെ ലൈഫിലൊരു മാറ്റം ഉണ്ടാക്കും. ഇപ്പോൾ ഒന്നാമത്തെ സെൻറ്റൻസ് ഹൗ ആർ യു, സുഖമാണോ? ഇത് നമ്മൾ കൊച്ചിലേ മുതൽ കേൾക്കുന്നതാണ്, പക്ഷെ നമ്മൾ യൂസ് ചെയ്യുന്നില്ല എന്നുള്ളതാണ് ഒരു പ്രശ്നം. രണ്ടാമത്തെ സെൻറ്റൻസ് എന്ന് വെച്ചാൽ വാട്ട്സ് ഗോയിങ് ഓൺ ദീസ് ഡേയ്സ്? ഇപ്പോൾ ഇതെന്തൊക്കെയായി നടക്കുന്നത്? ഇപ്പം അങ്ങനെ നമ്മൾ പറയാറില്ല. ഇപ്പോൾ ഉദാഹരണത്തിന് ഇപ്പോൾ വയനാട്ടിലാണെങ്കിൽ ഉരുൾപൊട്ടൽ, അതുപോലെ പേമാരി, ഇങ്ങനത്തെയൊക്കെ സാഹചര്യങ്ങളിൽ ഇപ്പോൾ നമ്മൾ പറയത്തില്ലേ, ഇപ്പോൾ ഇതെന്തൊക്കെയായി നടക്കുന്നത്? അതുപോലെ നമുക്കെന്തെങ്കിലും വീട്ടിലെന്തെങ്കിലും പ്രശ്നമോ കുടുംബത്തിലെന്തെങ്കിലും പ്രശ്നമോ അങ്ങനെയൊക്കെ വരുമ്പം ഇപ്പോൾ ഇതെന്തൊക്കെയായി നടക്കുന്നത്, ഇതുവരെ ഇല്ലാതെ ഇപ്പോൾ ഇതെന്തുവാ? അങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ നമുക്കിത് ചോദിക്കാം. മൂന്നാമത്തെ സെൻറ്റൻസ് എന്ന് പറഞ്ഞാൽ വാട്ട്സ് ഫോർ ഡിന്നർ ടുഡേ? രാത്രി എന്താ കഴിക്കാൻ? നമ്മൾ അമ്മയോടൊക്കെ ചോദിക്കത്തില്ലേ, അമ്മേ രാത്രി എന്താ കഴിക്കാൻ? അപ്പോൾ നമ്മളതെങ്ങനെ ഇംഗ്ലീഷിൽ ചോദിക്കുന്നത്? മോം വാട്ട്സ് ഫോർ ഡിന്നർ ടുഡേ? അപ്പോൾ ഇന്ന് എന്താ കഴിക്കാൻ? നാലാമത്തെ സെൻറ്റൻസ് എന്ന് പറയുമ്പം ഡു യു ഹാവ് എനി പ്ലാൻസ് ഫോർ ടുഡേ? ഇപ്പം രാവിലെ നമ്മൾ എണീക്കാൻ നേരം അമ്മ ചോദിക്കത്തില്ലേ, സ്കൂളൊന്നുമില്ല, കോളേജൊന്നുമില്ല, അങ്ങനത്തെ ഒരു ദിവസത്തിൽ അമ്മ ചോദിക്കും, ഇന്ന് എന്തുവാ രാവിലെ പരിപാടി? അതെങ്ങനെ ഇംഗ്ലീഷിൽ ചോദിക്കാം നമുക്ക്? ഡു യു ഹാവ് എനി പ്ലാൻസ് ഫോർ ടുഡേ? ഇന്ന് എന്തെങ്കിലും പരിപാടി ഉണ്ടോ? അങ്ങനെ. അഞ്ചാമത്തെ സെൻറ്റൻസ് എന്ന് വെച്ചാൽ ഇപ്പോൾ അമ്മ നല്ല രീതിയിൽ ടയേർഡായിട്ട് പനിയൊക്കെ ഉള്ളൊരു ദിവസം അമ്മയാണെങ്കിൽ അടുക്കളയിൽ കയറി ഇരുന്ന് ജോലി ചെയ്യുക. അപ്പോൾ നമുക്കങ്ങ് വിഷമം. അപ്പോൾ നമ്മൾ അടുത്ത് ചെന്നിട്ട് പതുക്കെ അമ്മയടുത്ത് ചോദിക്കും, ക്യാൻ ഐ ഹെൽപ്പ് യു വിത്ത് എനിത്തിങ്? ഞാനെന്തെങ്കിലും സഹായിക്കണോ അമ്മേ? അങ്ങനത്തെ രീതിയിൽ. അപ്പം ക്യാൻ ഐ ഹെൽപ്പ് യു വിത്ത് എനിത്തിങ് എന്ന് വെച്ചാൽ ഞാൻ നിങ്ങളെ എന്തെങ്കിലും സഹായിക്കണമെന്ന്. അപ്പോൾ നമ്മൾ അമ്മയെ നിങ്ങളെന്നൊക്കെ വിളിക്കുമോ? അങ്ങനെയല്ല. ഇപ്പോൾ ഇംഗ്ലീഷിനെന്ന് വെച്ചാൽ അങ്ങനെ അച്ഛൻ അമ്മ എന്നൊന്നുമില്ല. ഫാദർലെസ് മദർലെസ് ലാംഗ്വേജ് എന്നാണ് ഇംഗ്ലീഷിനെ പറയുന്നത്. അപ്പം അമ്മേന്ന് അങ്ങനെ ചേർത്ത് വിളിക്കണമെന്നോ അങ്ങനെ ഒന്നുമില്ല. അപ്പം ഇങ്ങനെ രീതിയിലും ചോദിക്കാം, ക്യാൻ ഐ ഹെൽപ്പ് യു വിത്ത് എനിത്തിങ്? ആറാമത്തെ സെൻറ്റൻസ് എന്ന് വെച്ചാൽ എനിക്കൊരു ഗ്ലാസ് വെള്ളം എടുത്ത് തരുമോ എന്ന് ചോദിക്കുന്നതാണ്. അതെന്ന് വെച്ചാൽ ക്യാൻ യു പ്ലീസ് ഗിവ് മി എ ഗ്ലാസ് ഓഫ് വാട്ടർ? ഇപ്പോൾ നമ്മളെന്തെങ്കിലും സോഫയിലൊക്കെ എന്തെങ്കിലും ക്ഷീണിച്ചൊക്കെ ഇങ്ങനെ ഇരിക്കുമ്പോഴത്തേക്കിനും ആരെങ്കിലും നമ്മുടെ അടുത്തൂടെ പോവുകയാണെങ്കിൽ നമുക്ക് വേണേൽ പറയാം, ക്യാൻ യു പ്ലീസ് ഗിവ് മി എ ഗ്ലാസ് ഓഫ് വാട്ടർ? എനിക്കൊരു ഗ്ലാസ് വെള്ളം എടുത്ത് തരുമോ? അപ്പോൾ നമ്മൾ ചോദിച്ച പുള്ളി എടുത്ത് തരത്തില്ല എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ നേരെ എണീച്ച് പോയി ഒരു ഗ്ലാസ് വെള്ളം എടുത്ത് കുടിക്കുക. അതാണ് ചെയ്യേണ്ടത്. ഏഴാമത്തെ സെൻറ്റൻസ് എന്ന് വെച്ചാൽ ഇപ്പം നമ്മുടെ വീട്ടിൽ എന്തെങ്കിലും ഒരു കാരണം കൊണ്ട് ഫുഡൊന്നും ഉണ്ടാക്കിയില്ലെന്ന് വെച്ചോ. അപ്പോൾ നമ്മൾ നേരെ ചോദിക്കണം, ഷുഡ് ബി ഈറ്റ് ഔട്ട് ടുഡേ? ഇന്ന് നമുക്ക് പുറത്തുനിന്ന് കഴിക്കണോ? നമ്മൾ ഇന്ന് പറഞ്ഞ ഈ 7 സെൻറ്റൻസ് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ എന്തൊക്കെയാണ് നമ്മൾ പറഞ്ഞ? ഒന്നാമത്തെ സെൻറ്റൻസ് എന്ന് വെച്ചാൽ ഹൗ ആർ യു, സുഖമാണോ? രണ്ടാമത്തേന്ന് വെച്ചാൽ വാട്ട്സ് ഗോയിങ് ഓൺ ദീസ് ഡേയ്സ്? ഇപ്പോൾ ഇതെന്തൊക്കെയായി നടക്കുന്നത്? മൂന്നാമത്തേന്ന് വെച്ചാൽ വാട്ട്സ് ഫോർ ഡിന്നർ ടുഡേ? രാത്രി എന്താ കഴിക്കാൻ? നാലാമത്തേന്ന് വെച്ചാൽ ഡു യു ഹാവ് എനി പ്ലാൻസ് ഫോർ ടുഡേ? ഇന്ന് എന്തെങ്കിലും പരിപാടി ഉണ്ടോ? അഞ്ചാമത്തേന്ന് വെച്ചാൽ ക്യാൻ ഐ ഹെൽപ്പ് യു വിത്ത് എനിത്തിങ്? ഞാൻ നിങ്ങളെ എന്തിനേലും സഹായിക്കണോ? ആറാമത്തേന്ന് വെച്ചാൽ ക്യാൻ യു പ്ലീസ് ഗിവ് മി എ ഗ്ലാസ് ഓഫ് വാട്ടർ? എനിക്ക് ഒരു ഗ്ലാസ് വെള്ളം എടുത്ത് തരാമോ? ഏഴാമത്തേന്ന് വെച്ചാൽ ഷുഡ് ബി ഈറ്റ് ഔട്ട് ടുഡേ? ഇന്ന് നമുക്ക് പുറത്തുനിന്ന് കഴിക്കണോ? ഇങ്ങനെ തുടങ്ങുന്ന ഈ 7 സെൻറ്റൻസും അടുത്ത ക്ലാസ് അപ്ലോഡ് ചെയ്യുമ്പോഴത്തേക്കിനും നിങ്ങൾ നല്ല രീതിയിൽ യൂസ് ചെയ്യണം. പഠിച്ചാൽ പോരാ, നല്ല രീതിയിൽ ഡെയിലി യൂസ് ചെയ്യാമെന്നുണ്ടെങ്കിൽ മാത്രമേ ഇത് നിങ്ങൾക്ക് ബൈ ഹാർട്ട് ആവത്തുള്ളൂ. ഇനി അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ.